വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മനോഹരമായ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ കൊട്ടപ്പുറം പാണ്ടിയാട്ടുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സൈനുദ്ദീൻ ഹിസാന തസ്ലിം ദമ്പതിമാരുടെ വീടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇങ്ങനെയാണ് വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത്. നാച്ചുറൽ സ്റ്റോണും അതേപോലെ നാച്ചുറൽ ഗ്രാസും ആണ് ഇവർ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത്. വീടിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഗ്രാസും കുറച്ച് ചെടികളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ വാളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് തന്നെ സിറ്റിംഗ് അറേഞ്ച്മെന്റും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഗ്രാസോട് കൂടി തന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ വന്നിട്ടുള്ളത് തേക്കിൻ്റെതാണ്. അതേപോലെ ഫിംഗർ ലോക്കും താക്കോൽ ലോക്കും കൂടിയാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ സൈഡിലായിട്ട് തന്നെ ലിവിംഗ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഡിസൈനോട് കൂടി തന്നെയാണ് ലിവിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ മാർബിൾ പീസോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ക്രീം വുഡൻ ബ്രൗൺ തീമിലാണ് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോഫ കോർണറിലായിട്ട് ഡെക്കോർ ഐറ്റം വെച്ചിട്ടുണ്ട്. കാൻഡിൽ ലൈറ്റ് വരുന്ന ഒരു ഡെക്കോർ ഐറ്റം ആണ് കേട്ടോ. വീടിന്റെ സീലിംഗ് എല്ലാം സിമ്പിൾ ആയിട്ടാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ പാസ് ചെയ്യുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ്. സൈഡിലായിട്ടൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ വലതുഭാഗത്തായിട്ട് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ആയിട്ടാണ് TV സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് ഇത്. നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല കൂളിംഗ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോണാണ് ഇവർ ഈ ഒരു വാളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രകൃതിയോട് കൂടിയുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. താഴെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കണ്ടു നോക്കാം. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരുന്നത് ബാത്റൂമിൻ്റെ ഏരിയ ആണ്. സൈഡിൽ വരുന്നത് ഡ്രസ്സിങ് ഏരിയയും കൂടിയാണ്. സിമ്പിളായിട്ടാണ് കേട്ടോ ഇവർ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റോമൻ കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസോട് കൂടി തന്നെയാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ലൈറ്റ് കളറിലാണ് ടൈൽസൊക്കെ കൊടുത്തിട്ടുള്ളത്.
റൂമിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ തന്നെ ഡൈനിങ് ഹാളിലോട്ടാണ് വരുന്നത്. വൈറ്റ് മാർബിൾ ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 8 ചെയറോട് കൂടിയിട്ടുള്ളൊരു സെറ്റാണ് ഈ ഒരു ടേബിൾ വരുന്നത്. അത്യാവശ്യം സ്പേസസോട് കൂടിയിട്ടുള്ള ഒരു ടേബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് സൈഡ് ഭാഗത്തായിട്ട് സിറ്റിംഗ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ജാളി വർക്കോട് കൂടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് വരുന്നൊരു വാഷ് ബേസ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസ് ഏരിയൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ ആയിട്ട് കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത് പ്രെയർ റൂമിലോട്ടാണ്. പ്രെയർ റൂമിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് ഫാബ്രിക്കേഷൻ വർക്കാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്പേസസോട് കൂടിയിട്ടുള്ളൊരു റൂം തന്നെയാണ് പ്രെയർ റൂം. പ്രെയർ റൂമിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. നേരെ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത്. ഇന്റീരിയർ ഡിസൈനോട് കൂടി തന്നെയാണ് എല്ലാ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. നല്ല മനോഹരമായിട്ടുള്ള ആഷ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു മോഡുലർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസസോട് കൂടി തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇവർ ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിട്ട് സിമ്പിൾ ഇന്റീരിയർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചന്റെ കൂടെ തന്നെയായിട്ടൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സെറ്റപ്പും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ കാണാം. ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് ഫുള്ളും തേക്കിലാണ് കേട്ടോ. സൈഡിൽ മുഴുവനായിട്ട് ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വുഡോട് കൂടിയിട്ടുള്ള സ്റ്റെയർ കേസ് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും വുഡ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്.
അത്യാവശ്യം വലിയൊരു വിൻഡോ തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിറ്റിംഗ് ഏരിയയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ TV റൂമിലോട്ടാണ് വ്യൂ വരുന്നത്. മുകളിലത്തെ നിലയിലോട്ട് കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ വുഡിൻ്റെ മോഡൽ വരുന്ന ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്പേസസോട് കൂടി തന്നെയുള്ളൊരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടലി 4 ബെഡ്റൂംസ് ആണ് ഈ ഒരു വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു റൂമാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഫുള്ളും വുഡൻ തീമിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിലോട്ട് കയറി സൈഡ് ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയും അലമാറയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു അലമാറ തന്നെയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് ഭാഗത്തായിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസോട് കൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിന്റെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഓപ്പൺ ടെറസ് പോലെ തന്നെയാണ് ഇവരിവിടെ ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. വാളിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ. മുകളിലായിട്ട് ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. 15 സെന്റിലുള്ള ഈ ഒരു മനോഹരമായ ഒരു ഭവനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.